ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥയുടെ മറ്റൊരു വാർത്ത കൂടി ഇന്ന് പുറത്തുവന്നു. ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ കൈ തളർന്നുപോയെന്നാണ് പരാതി. വാക്വം ഡെലിവറിക്കിടെ ആര്യാട് രമ്യ ആകേഷ് ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വലത് കൈയാണ് തളർന്നുപോയത്. നേരത്തെയും സമാനമായ ആരോപണം ഈ ഡോക്ടറെക്കുറിച്ച് ഉയർന്നിരുന്നു. ഇതിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും പരാതി ഉയർന്നില്ല. രോഗികൾക്ക് ഉത്കണ്ഠ. വലത് കൈക്ക് ചലനശേഷി കുറവാണ്. തന്നെത്താനെ കൈ നിവർത്തത്തില്ല, മുകളിലോട്ട് പൊക്കത്തില്ല, കൈ തന്നെത്താനെ മടക്കത്തില്ല, കൈ തിരിച്ചു വെച്ചിരിക്കുക, തിരിഞ്ഞിരിഞ്ഞാ പോകുന്നത്. ലേബർ കോട്ടിലോട്ട് കയറ്റി കഴിഞ്ഞ് പിന്നെ ഫുള്ളായി കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു സമയം തന്നില്ല അവർ. നമ്മൾ പ്രസവത്തിന് കയറുമ്പോൾ ഒരു ഫണ്ടർ പ്രഷറൊക്കെ തരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രസവിക്കാം. അതിന് ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ലേബർ കോട്ടിൽ കയറി നമ്മളോട് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് കൂടുതലും സ്ട്രെയിൻ ചെയ്യാൻ ഇച്ചിരി പാട് തോന്നി. അപ്പോഴത്തേക്ക് ഇവർ വാക്കം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുക്കുമായിരുന്നു. ഫാസ്റ്റ് ആക്കിക്കൊണ്ടാണ് എന്തോ. ഡോക്ടറിനെ ഓവർ ധൃതിയും സ്പീഡുമാണ്. 3:30 മണി വെളുപ്പിനെ കുഞ്ഞിനെ അതിനകത്ത് മരുന്ന് വെച്ച് എന്നാൽ ഇത് പറ്റത്തില്ലെങ്കിൽ അപ്പം തന്നെ 2 മണിയാകുമ്പോൾ ഡോക്ടർ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ. പക്ഷെ അതുപോലും ഡോക്ടറിന് സമയമില്ല. ഡോക്ടർ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ പോയി 6:30 വന്ന് അത് കഴിഞ്ഞാണ് നോക്കിയത്. ഡോക്ടറിന് ഓൾറെഡി സ്പീഡാണ്. വിവരങ്ങളുമായി മനീഷ് മോഹിബാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിശദാംശങ്ങൾ. ഈ ഡോക്ടർ പുഷ്പ ഗൈനക് വിഭാഗത്തിലെ അതിവിദഗ്ധ ഡോക്ടറാണെന്നുള്ള വലിയ ഒരു വിശേഷണം ഇവർക്കുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ചില അശ്രദ്ധകൾ ഉണ്ടായതിന്റെ പേരിൽ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള പിഴവുകൾ മൂലം കുട്ടികൾക്ക് കൈ തളർന്നു പോകുന്ന സംഭവം, ഒപ്പം തന്നെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ സ്കാനിങ്ങിലൂടെ കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ 2 ആഴ്ചക്കിടെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പുഷ്പയ്ക്കെതിരെ 3 പരാതികളും 3 പരാതിയിൽ ഒരു പരാതി ഇന്നലെയാണ് ലഭിച്ചത്. അതിൽ 2 പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ആരോഗ്യമന്ത്രിക്കും കൊടുത്ത പരാതിയെ തുടർന്ന് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ഇത് അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ചക്കിടെ ഈ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് 3 കേസുകളായിരിക്കും. ഇതിനെ സംബന്ധിച്ച് ഈ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും ഇത് മുകളിലോട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ അത് ആരോഗ്യ വിഭാഗത്തെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ലെന്ന വലിയ ആക്ഷേപമുണ്ട്. ഈ വിഷയത്തിൽ രമ്യ ആകേഷ് ദമ്പതികളുടെ കുഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ജനിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ കൈക്ക് ചെറിയ ഇതിൽ ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു, കൈ വളഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇത് അതിസങ്കീർണമായി ഉണ്ടാകുന്ന പ്രസവ സമയത്ത് സാധാരണയായി സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ രമ്യയുടേത് അതിസങ്കീർണമായ പ്രസവമല്ലായിരുന്നു, സാധാരണ പ്രസവമായിരുന്നു. അങ്ങനെ പ്രസവത്തിനിടയിൽ ഉണ്ടാകുന്ന പരിക്ക് മൂലം ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഈ കുഞ്ഞിനുണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ അത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ വിഷ്ണുദാസിന്റെ കുഞ്ഞിന് 1.5 വയസ്സായിട്ടും ആ കൈയുടെ വൈകല്യം മാറിയിട്ടില്ല. അന്നും ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു ഡോക്ടർ. കഴിഞ്ഞ് 2023 ജൂലൈ മാസമായിരുന്നു വിഷ്ണുദാസിന്റെ കുഞ്ഞിന് വൈകല്യം ഉണ്ടായത്. അതിപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്ത് ഒരുപാട് പണം കൊടുത്താണ് ആ കുഞ്ഞിന്റെ കൈയുടെ വൈകല്യം മാറ്റിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള അശ്രദ്ധ മൂലമാണ് ഈ കുഞ്ഞ് ഡെലിവറി സമയത്ത് ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അശ്രദ്ധ മൂലമാണ് ഈ കുഞ്ഞിന്റെ വൈകല്യം അല്ലെങ്കിൽ കൈക്ക് ഇത്തരത്തിൽ ചലനശേഷി നഷ്ടപ്പെടുന്നുള്ള വലിയ ആക്ഷേപവും പരാതിയും ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി ഒരു വ്യക്തത വരുത്താൻ നിലവിൽ ആരോഗ്യ വിഭാഗവും മെഡിക്കൽ ബോർഡ് ഇത് സംബന്ധിച്ച് തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെ പറയാൻ ഡോക്ടർക്കുണ്ടാകും. നേരത്തെയൊക്കെ തന്നെ കേസുകളിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വസ്തുതാ വിരുദ്ധമാണ്. ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ഗ്രാഹ്യത ഇല്ലാത്ത ആളുകൾ പറയുന്ന ബാലിശമായ ആരോപണങ്ങളാണെന്നാണ് ഡോക്ടർ പുഷ്പ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു കേസിൽ നിലവിൽ ഇന്നുണ്ടായ ഈ ആരോപണത്തിലും ഈ സ്കാനിങ് റിപ്പോർട്ടുകളിലൊന്നും കുഞ്ഞിൻ്റെ വൈകല്യം കയ്യിൽ കണ്ടിരുന്നില്ല. പക്ഷേ അത് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടായ ഒരു പരിക്കാണെന്നാണ് നിലവിൽ ഈ കുഞ്ഞിനെ പരിശോധിച്ച മറ്റ് ചില ഡോക്ടർമാർ പറയുന്നത്. SK